ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് മോളെ സങ്കടപ്പെടരുത്. യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അമൃതേച്ചി കാര്യം പറ. ഈ അവസ്ഥയില് മോൾക്കിനി പോലീസ് ട്രെയിനിങ്ങിന് പോകാൻ പറ്റില്ല. അമൃതേച്ചി എന്താ പറഞ്ഞ? സെലക്ഷൻ കിട്ടിയ ഞാൻ ട്രെയിനിങ് ക്യാമ്പ് ഉപേക്ഷിക്കണമെന്നോ? നിങ്ങൾക്കൊക്കെ എന്താ അട്ടായോ? എനിക്ക് പോണം, പോയേ പറ്റൂ. മോളെ, മോൾക്ക് നടത്തിയിരിക്കുന്നത് ഒരു മേജർ സർജറിയാ. പോരാത്തതിന് തോളെല്ലിൽ ഒരു സ്റ്റീൽ റോഡ് ഇട്ടിട്ടുണ്ട്. 2 മാസത്തെ പൂർണ്ണ വിശ്രമോ ഡോക്ടർ പറഞ്ഞിരിക്കുന്നെ. അപ്പോ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് പോലീസ് യൂണിഫോം ഇടാൻ പറ്റില്ല അല്ലേ? സങ്കടപ്പെടാതെ മോളെ. ഈ സങ്കടവും നിരാശയൊക്കെ താൽക്കാലിക. ജീവിതം അങ്ങനെ, അത് നമ്മൾ വിചാരിച്ച വഴിക്ക് പോകണമെന്നില്ല. ഈ SI ഉദ്യോഗം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാന വാക്കൊന്നുമല്ല. ഇതിനേക്കാളും വലിയ എന്തോ ഒരു ജോലി മോളെ കാത്തിരിക്കുന്നുണ്ട്. അതായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. 2 മാസത്തെ റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് പുതിയ ജോലികളെ കുറിച്ച് ചിന്തിക്കണം. ആ സമയത്ത് ഏതെല്ലാം എക്സാം എഴുതാൻ പറ്റുമോ അതെല്ലാം കോൺഫിഡൻസോടെ എഴുതണം. ജീവിതം പൊരുതാനുള്ളതാ, പൊരുതി നേടാനുള്ളതാ. അഭി പറഞ്ഞു തന്നെയാ മോളെ എന്റെ ശരി. ഓരോന്നോർത്ത് വെറുതെ മനസ്സ് വിഷമിപ്പിക്കരുത്. നീ എന്റെ കൂടെ ബാങ്ക് ടെസ്റ്റ് എഴുത്, ഉറപ്പായിട്ട് നിനക്ക് കിട്ടും. അല്ല, നീ എന്താ ഇവിടെ നിന്ന് കറങ്ങുന്ന? ട്രെയിനിങ്ങിന് പോകുന്നില്ല? നിനക്ക് കിട്ടാത്ത ജോലി എനിക്കും വേണ്ട. നീ എന്ത് മണ്ടത്ര ആദരി പറയുന്ന? ഒടിഞ്ഞത് എന്റെ കയ്യാ, അല്ലാതെ നിന്റെ കൈയല്ല. നിന്റെ ശരീരത്തിന് ഒരു കുഴപ്പമില്ല. നീ ട്രെയിനിങ്ങിന് പോയേ പറ്റൂ. എന്റെ ശരീരത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനസ്സിനാ കുഴപ്പം. നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനാടി? എനിക്ക് സാധിക്കാതെ പോയത് നീ നേടണം. നമ്മള് 2 പേരും തകർക്കാനാ നമ്മുടെ ഒറ്റ ശ്രമിച്ചത്. അയാൾ അങ്ങനെ ജയിക്കാൻ വിടരുത്. ഞാനോ തോറ്റുപോയി, ഇനി നീയെങ്കിലും ജയിക്കണം. നീ ജയിച്ച നമ്മൾ 2 പേരും ജയിക്കുന്നതിന് തുല്യമാ. അങ്ങനെ വേണം നമ്മൾ അയാളോട് പകരം വീട്ടാൻ. യൂണിഫോം ഇട്ട് പോലീസ് ജീപ്പിൽ പഞ്ചരത്നത്തിന്റെ മുറ്റത്ത് വന്നിറങ്ങുന്ന ആതിരയാ ഇനി എനിക്ക് കാണേണ്ടത്. അത് നീ എനിക്ക് സാധിച്ചു തരണം. ആരാധ്യ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കാം. ഇപ്പോഴത്തെ സാഹചര്യത്തില് മോള് കൂടെ ട്രെയിനിങ്ങിന് പോകാരുന്ന അയാൾ പൂർണ്ണമായിട്ടും ജയിക്കും. ഈ കിടക്കുന്ന കൂടപ്പറമ്പിന് വേണ്ടിയെങ്കിലും നീ അത് ചെയ്യണം. അഭിയേട്ടനും ആരാധ്യം പറഞ്ഞത് തന്നെയാ അതിന്റെ ശരി. എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ നീ അതനുസരിക്കണം മോളെ. ആരാധ്യ മോളോട് എന്റെ അച്ഛൻ കാണിച്ച ക്രൂരത ഈ ജന്മം എനിക്ക് പൊറുക്കാൻ കഴിയില്ല. അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടിയെങ്കിലും നീ കാക്കി അണിയണം.
ആരാധ്യയും കൂടെ ഉണ്ടായിരുന്നപ്പോ ഇവളുടെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു. ഈ പോലീസ് ജോലി അതിന്റെ പരിശീലനമൊന്നും നിന്റെ പ്രകൃതത്തിന് ചേർന്നല്ലെന്ന് ചേച്ചിക്കറിയാം. സത്യം അത്. എല്ലാത്തിനും ഇവളുടെ ഇടം വല്ല നിന്ന് ഉന്തിത്തള്ളി ഇതുവരെ എത്തിച്ചത് ആരാധ്യയായിരുന്നു. അതെ, ഈ പോലീസ് ട്രെയിനിങ് എന്ന് പറയുന്നത് കുറച്ച് ടഫ് തന്നെ ആയിരിക്കും. ഇപ്പോഴേ മനസ്സ് പാകപ്പെടുത്തി വേണം അങ്ങോട്ട് ചെല്ലാൻ. അമൃത പുറത്തേക്ക് വരണമെന്നില്ല, ഞങ്ങൾ പൊക്കോളാം. ആതിരെ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയാ ജോലി ഉപേക്ഷിച്ച് തിരിച്ചു വരാൻ നീ ഒരു മടിയും വിചാരിക്കണ്ട. ചേച്ചിക്ക് മറ്റെന്തിനേക്കാളും നിങ്ങളാ പ്രധാനം. നിന്റെ സന്തോഷവും മനസമാധാനവും ഏറ്റവും വലുത്, അല്ലാതെ ജോലിയല്ല. ആരാധ്യയും ഞാനും ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടവരാണെങ്കിലും എന്നെക്കാളേറെ ഈ ജോലി ആഗ്രഹിച്ചിരുന്നത് അവളായിരുന്നു. അവള് കണ്ട സ്വപ്നം അതെനിക്ക് പൂർത്തിയാക്കണം അമൃതേച്ചി. അതാണ് അതിന്റെ സ്പിരിറ്റ്. അബിയേട്ടാ, ഇന്ന് അവിടെ പോകുമ്പോ ഒരു കാര്യം കൂടി ഒന്ന് അന്വേഷിക്കാവോ? 2 മാസം കഴിഞ്ഞിട്ടാണെങ്കിലും ആരാധ്യക്കും കൂടി ട്രെയിനിങ്ങിന് ചേരാൻ അവസരം കിട്ടുമെന്ന്. അഖിലിപ്പോ സൂചിപ്പിച്ചില്ലെങ്കിലും അക്കാര്യം അന്വേഷിക്കണമെന്ന് ഞാൻ എന്തായാലും മനസ്സിൽ ഉറപ്പിച്ചതാ. അവളുടെ ആഗ്രഹം സാധിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒരു തവണ സെലക്ഷൻ കിട്ടിയല്ലേ, മെഡിക്കൽ ഗ്രൗണ്ട്സ് കാണിച്ച് ജോയിനിങ് ഡേറ്റിന് ഒരു എക്സ്റ്റൻഷൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. എന്നിറങ്ങാം. അഭിയെ ഞാൻ ഏൽപ്പിച്ചു വിടുന്നത് എന്റെ ജീവൻ തന്നെയാ. താൻ അതിനി എടുത്തു പറയണോ? എനിക്കറിയാവുന്ന കാര്യമല്ലേ. ഒരു ടെൻഷനും വേണ്ട. ഷീൽ ബി സേഫ് വിത്ത് മീ. എന്റെ ഈ അനിയത്തിയെ ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ അവിടെ കൊണ്ടെത്തിക്കാം. പോരെ? വാ വാ. അഖില എന്താ ഫോൺ എടുക്കാത്ത? ഒരത്യാവശ്യ കാര്യത്തിന് വിളിച്ചിട്ടും ഇനിയിപ്പോ എന്താ ചെയ്യാ? അമൃതേച്ചൊന്ന് വിളിച്ചു നോക്കാം. കിട്ടുന്നില്ലല്ലോ. നീയാകെ ടെൻഷനിലല്ലേ? കാര്യം കഷ്ടായിപ്പോയി. പക്ഷേ അവര് നമ്മളോട് ചെയ്തു കൂട്ടിയ അഹങ്കാരമൊക്കെ വെച്ച് നോക്കുമ്പോ അമൃതയുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയായത്. പഞ്ചരത്നത്തിലെ ഇരട്ടകൾക്ക് പോലീസ് സെലക്ഷൻ കിട്ടിയപ്പോ മൂത്തവളായ അമൃത നിലത്തൊന്നും ആയിരുന്നില്ലല്ലോ. എന്തായാലും ഇപ്പോ അതെല്ലാം അമിട്ട് പൊട്ടുന്ന പോലെ പൊട്ടിയില്ലേ? പാർട്ടി നടത്തുന്നു, അത് നാടടച്ചു ഓടി നടന്ന് ക്ഷണിക്കുന്നു. ഇവിടെ വന്ന് കാണിച്ച പ്രകടനോ ഒന്നും പറയണ്ട. ദൈവം പണ്ടൊക്കെ പിന്നെ പിന്നെന്നായിരുന്നു, ഇപ്പൊ കയ്യോടെയാ. ഒന്ന് നിർത്തമ്മേ. ഒരു ആപത്ത് വരുമ്പോഴല്ല ഒരാളെ എങ്ങനെ കുറ്റപ്പെടുത്തരുത്. ഞങ്ങളുടെ ജീവിതത്തിൽ ആപത്ത് സങ്കടം ഉണ്ടാക്കിയവളാ അവള്. അതെന്താ ആകെ ഷോർക്കത്തത്? ഒരുത്തിയുടെ കൈ അവളുടെ അച്ഛൻ തന്നെ ചവിട്ടി ഓടിച്ചു. മറ്റവളാണെങ്കിൽ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ പോലും ധൈര്യമില്ലാത്ത പേടിത്തോണ്ടി. രണ്ടിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായി. അതെ, അനിയത്തിമാരെ SI-മാരാക്കി നമ്മളെ അകത്താക്കാനുള്ള അമൃതയുടെ ആഗ്രഹം ഇതോടെ തീർന്നു കാണും. അകത്താവേണ്ട പണി ആര് ചെയ്താലും അകത്താവും.
അതിനെ പഞ്ചരത്നത്തിൽ തന്നെ SIമാർ ഉണ്ടാവണമെന്നില്ല. പിന്നെ ആരാധ്യക്ക് ട്രെയിനിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ആതിര പോയിട്ടുണ്ട്. അവൾ SI ആയിട്ട് പുറത്തിറങ്ങുക തന്നെ ചെയ്യും. അതിലേ ആർക്കും ഒരു സംശയം വേണ്ട. ഓ, അനന്തരവള് വന്ന അമ്മാവനെ സല്യൂട്ട് അടിക്കുന്നത് കാത്തിരുന്നു. പഞ്ചരത്നങ്ങളുടെ വകയായി പത്തിക്ക് അടി കിട്ടാൻ ഇനി നിങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കിട്ടുമ്പോ പഠിച്ചോളൂ. അവിടുത്തെ കഠിന പരിശീലനം താങ്ങാനുള്ള ആളൊന്നും ഇല്ല അവള്. മിക്കവാറും പോലീസ് അക്കാദമിയില് അവള് തൂങ്ങിച്ചെത്തൂന്നുള്ള വാർത്തയായിരിക്കും നിങ്ങളെ തേടി വരാൻ പോകുന്നത്. എന്തോടി പറഞ്ഞേ? എന്തോന്ന്? അയ്യോ, അച്ഛൻ എന്താ എന്താ തല്ലാത്തെ? ആ പിള്ളേർക്ക് വേണ്ടി എന്നെ അങ്ങ് തല്ലി കൊല്ല്. അതേ കമ്പിയെ എന്റെ കൺട്രോൾ പോയി നിൽക്കുക. ഇനി ഒരിക്കൽ കൂടി കൈയോർത്തിയിട്ട് വന്നാ അത് നിന്റെ ചകടത്ത് വീണിരിക്കും. അതെ, ഈ തല്ലെന്ന് പറയുന്നതേ ആണുങ്ങളുടെ മാത്രം കുത്തകയാണെന്ന് ആരും കരുതണ്ട. ഞങ്ങൾ പെണ്ണുങ്ങളുടെ കൈ ഉയരും. നമ്മുടെ അച്ഛന്റെ മൂത്ത് നോക്കിയാ നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ പറഞ്ഞത്. അത് കേട്ടിട്ട് ഏട്ടൻ എന്തിനാ ഇങ്ങനെ പഴമൊഴികൾ ഇരിക്കണേ? അത് ഇവള് അങ്ങോട്ട് കയറി പറഞ്ഞൊന്നും അല്ലല്ലോ. അച്ഛൻ ചോദിച്ചു വാങ്ങിച്ചല്ലേ. തിരിച്ചറിവുകൾ ഉണ്ടാവുന്നൊരു ദിവസം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അധികം വൈകാതെ വരും. അത് മറക്കണ്ട. അമ്മയും മോള് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. അയ്യോ, നന്ദി പറയാനൊക്കെ വരട്ടെ. പറയാനുള്ളത് മുഴുവൻ പറയാൻ അങ്കിളും ആകാശം സമ്മതിക്കാത്തതുകൊണ്ടാ. സത്യത്തില് പഞ്ചരത്നങ്ങളുടെ പേരിൽ നിങ്ങൾക്ക് തല്ല് കിട്ടാതിരുന്നതിൽ എനിക്ക് സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ അമ്മയ്ക്ക് ഫേക്ക് ഓർണമെന്റ്സ് കൊടുത്തതിന് ആദ്യം നിങ്ങൾക്ക് ശരിക്കും തല്ല് കിട്ടേണ്ടിയിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ 60 പവനോ അതിന്റെ മാർക്കറ്റ് വിലയോ കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ തല്ലുന്നതേ വേറെ ആരും ആയിരിക്കില്ല, ഞാനായിരിക്കും. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എടാ, അവൾ ആ പറഞ്ഞത് കേട്ടിട്ടും നീ എന്താടാ പ്രതികരിക്കാത്തെ? ഞാൻ എന്ത് പ്രതികരിക്കാനാ അമ്മേ? തല്ലുമെന്ന് പറഞ്ഞ അവള് തല്ലും, ഉറപ്പാ. അമ്മ വേഗം ആ ക്യാഷ് തിരിച്ചു കൊടുക്കാൻ നോക്ക്. അല്ലെങ്കിൽ അമ്മയ്ക്കെതിരെ കൊട്ടേഷൻ കൊടുക്കാൻ പോലും അവള് മടിക്കില്ല. സുമേഷ്, ഓ കണ്ടോ, ഒരു മടിയില്ല, വിളിക്കുന്നു കണ്ടോ. ദാ വരുന്നു ദിവ്യ. ഹലോ ആകാശേ. അച്ഛൻ പറഞ്ഞ ഞാൻ വിവരങ്ങളൊക്കെ അറിഞ്ഞ് കേട്ടപ്പോ വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ആതിര വിളിച്ചു അമൃതേച്ചി? ആ, വിളിച്ചിരുന്നു. 10 മണിക്ക് ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ടും പൊളിച്ച് അനുഗ്രഹമൊക്കെ വാങ്ങി. അവൾക്കെങ്കിലും ജോയിൻ ചെയ്യാൻ പറ്റിയ നന്നായി. അതെ, ആകാശ് ഇങ്ങോട്ട് വരുന്നു ഞാൻ കരുതി. വരണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അഖിലയുമായി ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഊഹിച്ചു. എന്താ പ്രശ്നം? അത് ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ പോലും എടുക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് വന്ന ഇപ്പോഴത്തെ അവസ്ഥയിൽ അവൾ മോശമായി പ്രതികരിച്ചെങ്കിലും എന്ന് കരുതിയാ ഞാൻ വരാതിരുന്നത്. നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എങ്കിലും അതിന്റെ പേരിൽ ആകാശ് ഞങ്ങളെ എല്ലാവരെയും മൊത്തത്തിൽ മാറ്റി നിർത്തുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. എന്തിന്റെ പേരിലായാലും നീ ഒന്ന് വന്ന് ആരാധ്യയെ കണ്ടിരുന്നെങ്കിൽ അതവക്ക് സന്തോഷമായേനെ, സമാധാനവും ആയേനെ. അമൃതേച്ചി, ചേച്ചി പറഞ്ഞത് ശരിയാണ്.
വലിയൊരു തെറ്റ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അഖിലിനി എന്ത് പറഞ്ഞാലും ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അമൃതേച്ചി ഇവിടെ നിൽക്കുവാണോ? കുറെ നേരമായിട്ട് കാണാത്തോണ്ട് ഞാൻ നോക്കി വന്നതാ. ദാ ആരാ? ആകാശ, സംസാരിക്ക. എനിക്കൊന്നും സംസാരിക്കാനില്ല. ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടോ? ദേ ആരാധ്യ റൂമിലേക്ക് കൊണ്ടുവരാൻ പോവാ. അത് ഫോണിൽ സംസാരിച്ച് നിൽക്കുവാണോ? അഖിലേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്ക്. അഖിലേ, ആകാശേ, നീ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരണം. ബാക്കി നേരിട്ട് കണ്ടിട്ടാവാം. വരാം അമൃതേച്ചി. വിട്. ഇനി അങ്ങോട്ട് കഴിയുന്നത്ര കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് ശീലിക്കണം. ആരും എന്നെ സഹായിക്കാൻ ശ്രമിക്കണ്ട. മോളെ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അമൃതേച്ചി, ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആരും ഒന്നിനെ സപ്പോർട്ട് ചെയ്യണ്ട. ഞാൻ തനിയെ ചെയ്തോളാം. ദേ ആരാധ്യ, ഇത് പിള്ളേരുകളെയല്ല, ഒരു സർജറി കഴിഞ്ഞ ആളാ നീ. ആ മുറിവ് ഉണങ്ങുന്നത് വരെ ആയാസപ്പെട്ട് ഒന്നും ചെയ്യണ്ട. വല്ല ഇൻഫെക്ഷനും സംഭവിച്ചാൽ കൈ തന്നെ മുറിച്ച് കളയേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാ മതി. നീ അവളെ വഴക്കൊന്നും പറയണ്ട. പാവത്തിന്റെ സങ്കടം കൊണ്ട് ഓരോന്ന് ചെയ്യുന്നതാ. ഒന്നുമില്ലെങ്കിലും നിന്റെ ചേച്ചി ഒരു നഴ്സല്ലേ. ഒരുവിധം ഭേദമാവുന്നത് വരെ അവള് പറയുന്നൊന്ന് കേൾക്ക്. ഞാനിപ്പൊ കിടക്കുന്നില്ല. ഇത്തിരി നേരം ഒന്ന് ഇരുന്നോട്ടെ. ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഇതിലും വലിയ കനൽ വഴികൾ താണ്ടിയ ഈ ചേച്ചി നിങ്ങൾ അനിയത്തിമാരെയൊക്കെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത്. ഇപ്പൊ സംഭവിച്ചതൊന്നും ഒരു വലിയ ദുരന്തമായിട്ട് ഏറ്റെടുക്കാതെ എന്റെ മോള് പൊരുതണം, പോരാടണം. ജീവിതത്തില് വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കണം. അല്ലാതെ സങ്കടപ്പെടുകയല്ല വേണ്ടത്. ചന്ദ്രസേനെതിരെ ഒരു സെന്റിമെന്റൽ കാർഡ് ഇറക്കണം. എന്റെ പൊന്നു മോളെ, എന്റെ മോളെ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ. എന്റെ ഭർത്താവ് മോളോട് കാണിച്ച ഈ കൊടും ക്രൂരതയുടെ പേരിൽ എന്റെ മോളി അമ്മയെ വെറുക്കരുത്. മോൾ എന്നോട് പൊറുക്കണം, ക്ഷമിക്കണം. ആ ക്രൂരൻ ചെയ്ത പ്രവൃത്തിക്ക് മാപ്പ് തരണം. കലേമ ഇങ്ങനൊന്നും ഞങ്ങളോട് താഴ്ന്ന് സംസാരിക്കരുത്. ഞങ്ങളുടെ അച്ഛൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ ചെയ്ത ക്രൂരതയ്ക്ക് കലേമ എങ്ങനെ ഉത്തരവാദിയാകും? അതുകൊണ്ട് ഈ കാര്യത്തിൽ കലേമ ഞങ്ങളോട് മാപ്പ് പറയണ്ട. മാപ്പ് പറയുന്നുണ്ടെങ്കിൽ അത് ആ ദുഷ്ടനായിരിക്കണം. ഞങ്ങൾ ആക്രമിച്ച സംഘത്തില് അവരുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ആ സ്ത്രീയാ എന്റെ കൈ തല്ലി ഓടിച്ചത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.